എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 4600 സെൻറ്റ് ലാൻഡിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 9 കിലോമീറ്ററും, പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് ഏകദേശം 12 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ന്യൂവാൾസിലേക്കും അദാനി ലോജിസ്റ്റിക് പാർക്കിലേക്കുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഏകദേശം 20ഓളം വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽ പറയാൻ പോകുന്ന ഈ വീട് മാത്രമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ UPVC പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകളും GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻഡിവിജ്വൽ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരേ സമയം 2 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കട്ട വിരിച്ച റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ വരുന്ന കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഗേറ്റിൻ്റെ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പില്ലറിലായിട്ടും ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 അടിയോളം വരുന്ന ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായ ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. GI ഫ്രെയിം വർക്കിൽ HPL ഷീറ്റ് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഒരു കവേർഡ് പാർക്കിങ്ങും ഒരു ഓപ്പൺ പാർക്കിങ്ങുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് നല്ല പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. സീലിങ്ങിലായിട്ട് ഒരു BLDC ഫാനിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറായിട്ട് ഒരു 2 പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണി തടിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു കോർണർ ടൈപ്പിൽ വരുന്ന ഒരു സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട ഒരു ഗ്ലാസ് വിൻഡോയുടെ സൗകര്യങ്ങൾ GI ഫ്രെയിം വർക്ക് കൊടുത്ത് സേഫ്റ്റിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു TV ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു വുഡൻ കളർ പാറ്റേണിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫാൻസി ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് വരുന്ന വാഷിംഗ് ഏരിയയുടെ സ്ഥലത്തേക്കാണ് വരുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനൊക്കെ വരാനുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഒരു മിററിൻ്റെ സൗകര്യം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു താഴെയും മേളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പർഗോള ഡിസൈൻ സൈഡിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ക്രോക്കറി ഷെൽഫും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും കൊടുത്തിട്ട് നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ വരുന്ന കിച്ചൻ്റെ കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി അവർ ഓൾറെഡി ഇതിൻ്റെ കൂടെ ചിമ്മിണിയും ഹോബും എല്ലാം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് അവർ ചെയ്തു തരുന്നതാണ്. കിഴക്ക് ഭാഗത്തേക്ക് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. വടക്ക് ഭാഗത്തും 2 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള സിങ്കിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഇതിനകത്ത് സെറയുടെ ടാപ്പുകളെല്ലാം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്.
നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഒരു BLDC ഫാനിൻ്റെ സൗകര്യവും വരുന്നുണ്ട്. കൂടാതെ ഈ ഭിത്തിയിലായിട്ടാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഈ ഭിത്തിയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയും ഒരു കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്. അതിൻ്റെ അകത്തും സിങ്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്ലോറിലൊക്കെ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടാവുന്ന ഒരു സൗകര്യത്തിലൊരു കിണർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ KWO വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. ഈ സൈഡിലും നല്ല രീതിയിൽ പാവിംഗ് ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ടൊരു 3 വാളി ഫ്രഞ്ച് വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 വാളി കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് വരുന്നത്. എൻ്റെ വർക്കുകളൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്. അതിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം സെറയുടെ ഫിറ്റിങ്സുകൾ തന്നെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലാണ് വരുന്നത്. ഏകദേശം ഒരു 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. 2 സൈഡിലായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വർക്കുകൾ പെൻഡിങ്ങിലാണ്. എല്ലാ ഫിറ്റിങ്സുകളും നമുക്ക് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും കാര്യങ്ങളും അതുപോലെ വാൾമൗണ്ട് ഫിറ്റിങ്സുകളെല്ലാം വരുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഇൻവെർട്ടർ ക്യാബിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാക്ക് വേലായിട്ടൊരു ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് SS-ൻ്റെ ഫ്രെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഭിത്തിയിലായിട്ട് നല്ലൊരു ഗ്ലാസ് വിൻഡോയുടെ വർക്കുകൾ ഫ്രെയിം വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. വടക്ക് ഭാഗത്തേക്കായിട്ടൊരു 3 വാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ആ ഭിത്തികളായിട്ട് TV വയ്ക്കാനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റൂമിൻ്റെ ഡബിൾ ലൈറ്റഡ് ഏരിയ നമുക്ക് ഈ ഭാഗത്തു നിന്നിട്ട് വിസിബിലിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ള GI ഫ്രെയിമിലൊരു ഹാൻഡ് റെയിൽ വർക്കുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കന്നിമൂല തന്നെയാണ്. തെക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഒരു 3 വാളി കബോർഡ് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. അറ്റാച്ച്ഡായിട്ടൊരു മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് നല്ലൊരു സൗകര്യപ്രദമായ രീതിയിലൊരു വലിയ ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വർക്കുകളെല്ലാം ബാലൻസ് നിൽപ്പുന്നുണ്ട്. എല്ലാം തീർത്ത് ഫിനിഷ് ചെയ്ത് നമുക്ക് നൽകുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വലിയ ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന ബെഡ്റൂം സ്പേസിനാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് 2 ഭിത്തിയിലായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനും ഫോൾ സീലിങ്ങും ഒരു ഫാൻസി ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിലായിട്ട് ഒരു കബോർഡ് വർക്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൗകര്യം വരുന്നത്. വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് ബിൽഡർ നമുക്ക് നൽകുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കോൺക്രീറ്റ് റൂഫിൽ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് വരുന്നത്.
സെയിം ടൈൽ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ആ കോർണറിലായിട്ട് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുകളിൽ നമ്മൾ ടെറസിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് തുണിയൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് മുകളിലാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ കവറിങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായിട്ട് GI ഫ്രെയിമിൽ തന്നെ വുഡൻ ടോപ്പ് കൊടുത്തിട്ടൊരു ഹാൻഡ് റെയിൽ വർക്ക് വരുന്നുണ്ട്. തൂണിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിഴക്ക് നിന്നിട്ടും തെക്ക് നിന്നിട്ടും ഉള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് കൂടിയാണ്. 4600 സെൻറ്റ് ലാൻഡിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,05,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നുള്ള ലോൺ സൗകര്യങ്ങളും ലഭ്യമാണ്. ഈ വീട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.